ഹലോ ഓൾ വെൽക്കം ടു ദ ഡിസ്കസ് പോയിന്റ്. ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 3 എപ്പിസോഡ് 7 ജിയോ ഹോട്ട്സ്റ്റാർ റിലീസ് ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ എപ്പിസോഡ് 7ന്റെ എക്സ്പ്ലനേഷൻ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെവി സ്പോയിലേഴ്സ് ഉണ്ടാവും. ആരെങ്കിലും എപ്പിസോഡ് കാണാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ദ ഡ്രാഗൺ ഇൻ വിന്റർ എന്നാണ് എപ്പിസോഡ് 7ന്റെ പേര്. ആൻഡ് ഈ എപ്പിസോഡിന്റെ അകത്ത് നമ്മൾ ഹെലീന കണ്ട സ്വപ്നങ്ങളെ കാണുന്നുണ്ട്. ഷീപ്പ് സ്റ്റീലറും റെനീറയുടെ ഡ്രാഗൺസ് തമ്മിലുള്ള ഫൈറ്റ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സൺഫയറിന്റെ റിട്ടേൺ കാണുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയ ഒരു എൻഗേജിങ് എപ്പിസോഡായിരുന്നു എപ്പിസോഡ് 7. എന്നെ സംബന്ധിച്ച് എന്നെ ഇമോഷണലി വല്ലാതെ ഹേർട്ട് ചെയ്തൊരു എപ്പിസോഡ് കൂടിയായിരുന്നു എപ്പിസോഡ് 7. കാരണം ഇതില് ഷീപ്പ് സ്റ്റീലറിനെ റെനീറയുടെ 3 ഡ്രാഗൺസ് കൂടി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ സീൻ കണ്ടപ്പോൾ വല്ലാതെ ഇമോഷണലി ഹേർട്ടായി. ആൻഡ് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നത് ഗെയിം ഓഫ് ത്രോൺസിന്റെ അകത്ത് റെഡ് വെഡിങ് ഇൻസിഡന്റ് നടന്ന എപ്പിസോഡ് കണ്ട സമയത്താണ്. ഇനി എപ്പിസോഡ് 7ന്റെ ഓപ്പണിംഗ് സീനിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഹെലീന കണ്ട സ്വപ്നമാണ്. ആൻഡ് ഈ സ്വപ്നത്തിന്റെ അകത്ത് ഹെലീന റെഡ് കീപ്പിന്റെ പുറത്ത് ഒരു കുതിരവണ്ടിയുടെ അടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഹെലീനനെ ഈ സ്വപ്നത്തിന്റെ അകത്തുനിന്ന് റെനീറ വന്ന് വിളിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ എപ്പിസോഡിൽ ആലിസന്റെ റെനീറയോട് പറഞ്ഞിട്ടുണ്ട് ഹെലീന ഒരു ഡ്രീമർ ആണെന്നുള്ള കാര്യം. സോ റെനീറയുടെ ആവശ്യം ഹെലീന കണ്ട സ്വപ്നത്തില് ഫ്യൂച്ചറിൽ എന്താ നടക്കുന്നത് റെനീറയ്ക്ക് അറിയണം. ആരാണ് ഈ യുദ്ധത്തിൽ ജയിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ റെനീറയ്ക്ക് അറിയണം. സോ അതിന് ഹെലീനനെ സോപ്പിട്ട് ആ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് റെനീറ ഹെലീനനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ റെനീറ വിചാരിച്ച പോലെ അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കാത്തപ്പം റെനീറ പിന്നെ അഗ്രസീവ് ആയിട്ട് ഹെലീനയുടെ അടുത്തുനിന്ന് ഉത്തരങ്ങൾ കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. ഈ സീനിന്റെ അകത്ത് ഹെലീനനെ സോപ്പിടാൻ വേണ്ടിയിട്ട് റെനീറ നമ്മൾ സിസ്റ്റേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ശരിക്കും അവർ സിസ്റ്റേഴ്സ് തന്നെയാണ്. കാരണം രണ്ടുപേരുടെ അച്ഛൻ വിസേരിയസ് ആണ്. പിന്നെ അതുപോലെ തന്നെ റെനീറ ഹെലീനയോട് ചോദിക്കുന്നുണ്ട് എയ്മണ്ട് നിന്നെ യുദ്ധത്തിന് വരാൻ വിളിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഹെലീന ഇല്ലെന്ന് തലയാട്ടിയിട്ടാണ് പറയുന്നത്. അതിന് കാരണമായിട്ട് ഹെലീന പറയുന്നത് ഹെലീനയ്ക്ക് ചെറുപ്പത്തില് ഡ്രാഗൺസിനെ റൈഡ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം അതിന് താല്പര്യമില്ലെന്നാണ് പറയുന്നത്. കഴിഞ്ഞ സീസണിലേക്ക് പോയി കഴിഞ്ഞാൽ എയ്മണ്ട് ഹെലീനനെ യുദ്ധത്തിന് വിളിക്കുന്ന സമയത്ത് ഹെലീന പറയുന്നുണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു ബേൺ എനിബഡി. അത് നമ്മൾ തിരിച്ച് എപ്പിസോഡ് 7ന്റെ ഫസ്റ്റ് സീനിലേക്ക് തന്നെ വരുമ്പോൾ റെനീറ ഹെലീനയോട് വിസേരിയസിനെ കുറിച്ച് പറയുന്നുണ്ട്. വിസേരിയസ് ഇതുപോലെ തന്നെ ഡ്രാഗൺസിനെ റിനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിസേരിയസിന്റെ ഡ്രാഗൺ ആയിരുന്നു ബലേറിയൻ ദ ബ്ലാക്ക് ഡ്രെഡ്. വിസേരിയസ് ആകെ ഒരു വർഷം മാത്രമേ ബലേറിയനെ യൂസ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ബലേറിയന്റെ അവസാന കാലഘട്ടത്തിലായിരുന്നു വിസേരിയസ് ബലേറിയനെ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ബലേറിയനെ പറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ വിസേരിയസ് ബലേറിയനെ റിനൗൺസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം വിസേരിയസ് വേറെ ഡ്രാഗണും ക്ലെയിം ചെയ്തിട്ടില്ല. അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ സീസണിലേക്ക് വരികയാണെങ്കിൽ വിസേരിയസ് റെനീറയോട് പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളല്ല ഡ്രാഗൺസിനെ കൺട്രോൾ ചെയ്യുന്നത്, ഡ്രാഗൺസ് നമ്മളെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് അതുകൂടാതെ തന്നെ നമ്മൾ എപ്പിസോഡ് 7ന്റെ ഈ ഫസ്റ്റ് സീനിലേക്ക് വരുമ്പോൾ ഹെലീന റെനീറയോട് പറയുന്നുണ്ട് ഡ്രാഗൺസ് നമ്മുടെ സ്വഭാവം ഓൾട്ടർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് റെനീറ ഇത് വിശ്വസിക്കുന്നില്ല. ഈ ഡ്രാഗൺസ് നമ്മുടെ സ്വഭാവം ഓൾട്ടർ ചെയ്യുന്നില്ല എന്നാണ് റെനീറയുടെ അഭിപ്രായം. അപ്പം ഹെലീന ചോദിക്കുന്നുണ്ട് യു ഹാവ് മെനി ഡ്രാഗൺസ് നൗ ആർ യു യുവർ സെൽഫ് നോട്ട് ആൾട്ടേർഡ് എന്ന് പറയുന്നത് ഞാനോ എന്റെ സ്വഭാവം ഒന്നും അങ്ങനെ ആൾട്ടർ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ റെനീറ ഈ സീനിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഹെലീനന്റെ അടുത്ത് പൊട്ടിത്തെറിച്ചിട്ട് ഹെലീനോട് മര്യാദയ്ക്ക് പറഞ്ഞു എന്താണ് സ്വപ്നത്തിൽ കണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൻഡ് ഈ സീനിന്റെ അകത്ത് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം റെനീറ ഫോഴ്സ്ഫുള്ളി ഹെലീനയോട് ഡ്രീംസിനെ കുറിച്ച് ചോദിക്കുന്നതിനിടയ്ക്ക് റെനീറ ചോദിക്കുന്നുണ്ട് ഈ യുദ്ധത്തിന്റെ അവസാനം റെനീറ തന്നെയാണ് ജയിക്കുക. സോ അതിന് ഹെലീന ഉത്തരവൊന്നും പറയുന്നില്ല. ആൻഡ് ആ ക്വസ്റ്റ്യൻ ഇഗ്നോർ ചെയ്യുന്ന പോലെയാണ് ഹെലീന ഇരിക്കുന്നത്. സോ അത് കണ്ടപ്പം തന്നെ ഏകദേശം റെനീറ കാര്യങ്ങളൊക്കെ കത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് അടുത്ത സീനിലായിട്ട് നമ്മൾ ഹാരൻഹെല്ലിലേക്കാണ് പോകുന്നത്. ആരൻഹെല്ലിൽ എയ്മണ്ട് ആലിസന്റെ ആരൻഹെല്ലിൽ എത്തിയതായിട്ട് സ്വപ്നം കാണുന്നുണ്ട്. ആൻഡ് ഈ സ്വപ്നത്തിൽ എയ്മണ്ടും ആലിസന്റും ഒരു ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നതായിട്ടും എയ്മണ്ട് സ്വപ്നം കാണുന്നുണ്ട്. ആൻഡ് ഈ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ എയ്മണ്ട് കാണുന്നത് ആലിസന്റിന് പകരം ആലിസ് റിവേഴ്സ് ആയിരിക്കും എയ്മണ്ടിന്റെ മേലെ ഉണ്ടാവുക. ആൻഡ് ആലിസ് റിവേഴ്സ് എയ്മണ്ടിനോട് ഈ സീനിൽ പറയുന്നുണ്ട് ആൻഡ് ഇൻ ദിസ് മൂമെന്റ് ഐ വിൽ ഗിവ് യു എ സൺ. സോ ഇത് ബുക്കിലേക്കുള്ള റെഫറൻസ് ആണ്. ബുക്കിലെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ ആലിസ് റിവേഴ്സിനും എയ്മണ്ട് ടാർഗറിയനും ഒരു കുട്ടി ഉണ്ടാവുന്നുണ്ട്. സോ അതേ പ്ലോട്ട് ഇവര് കണ്ടിന്യൂ ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ ഇത് ബുക്കിലേക്കുള്ള റെഫറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഈ സമയത്ത് എയ്മണ്ടിന് ബോധം വരികയും ആലിസന്റെ അല്ല ആലിസ് റിവേഴ്സ് ആണ് എയ്മണ്ടുമായിട്ട് ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നത് മനസ്സിലാവുന്ന എയ്മണ്ട് അവിടെ ചാടി എഴുന്നേറ്റിട്ട് മാറിപ്പോകുന്നുണ്ട്. ആലിസ് റിവേഴ്സ് ആകെ ഷോക്കായിട്ടിരിക്കുന്നതാണ് കാണുന്നത്. ആൻഡ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എയ്മണ്ട് കാണുന്നത് ആലിസന്റ് എയ്മണ്ടിനെ തെരഞ്ഞ് ആരൻഹെല്ലിൽ എത്തിയിരിക്കുന്നത്. ആൻഡ് എയ്മണ്ട് ആകെ ഷോക്കായിട്ട് നോക്കുന്നുണ്ട്. കാരണം ഞാൻ തൊട്ട് മുന്നേ ആലിസന്റ് ആണെന്ന് സ്വപ്നം കണ്ടിട്ടാണ് ആലിസ് റിവേഴ്സ് ഒരു ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടത്. സോ ഈ വന്നിരിക്കുന്ന ആള് ആലിസന്റ് ആണോ അതോ സ്വപ്നം കാണുകയാണോ എന്ന് വിചാരിച്ചിട്ടാണ് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിന്റെ അടുത്ത സീനിലായിട്ട് നമ്മൾ കാണുന്നത് റിവർലാൻഡ്മാൻ ആർമി മാർച്ച് ചെയ്ത് വരുന്നതായിട്ടാണ്. അതിന്റെ റിവർലാൻഡ്മാൻ ആർമിയുടെ ഫ്രണ്ടിലായിട്ട് വിന്റർവോൾസിന്റെ ലീഡർ ആയിട്ടുള്ള റോഡ്രിക് ക്രിസ്റ്റ്യൻ കോളുടെ തല ഒരു കുന്തത്തിന്റെ മേലെ കോർത്തിട്ട് അതും പൊക്കി പിടിച്ചിട്ട് ആയിട്ട് വരുന്നതാണ് കാണുന്നത്. തൊട്ടടുത്ത സീനിൽ ഗെയിൻ ഹൈ ടവർ ടംബിൾഡണിന്റെ ഉള്ളിലേക്ക് റഷ് ചെയ്ത് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഗെയിൻ ഹൈ ടവർ ഓർമുണ്ടനെ കണ്ടിട്ട് റിവർലാൻഡ്മാൻ ആർമി ഏകദേശം എത്താനായി എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ സീനിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു
ഒരു ദിവസത്തെ മാർച്ചും കൂടെ കഴിഞ്ഞാൽ റിവർലൈൻമെൻ ആർമി ടെമ്പിൾട്ടണിന്റെ ഫ്രണ്ടിൽ എത്തുന്നതാണ്. ഇത് കേൾക്കുന്ന ഓർമ്മണ്ട് ഗെയിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നത്, നിന്റെ ഡോർണിഷ് ഫ്രണ്ട് ചെയ്ത കാര്യങ്ങളോടൊന്നും വലിയ ഉപകാരം ഉണ്ടായില്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഡോർണിഷ് ഫ്രണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ കോളനിയാണ്. ഇത് കേൾക്കുമ്പോൾ സർഗീൻ ഹൈറ്റവറിന് ചെറുതായിട്ട് കുരു പൊട്ടുന്നുണ്ട്. ആൻഡ് ഓർമണ്ട് ഹൈറ്റവർ പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഐ ഹാവ് എ പീസ് ഓൺ ബോർഡ് ദാറ്റ് വിൽ ബ്രിങ് ദ ബിച്ച് ടു ഹർ നീസ് എന്ന് പറയുന്നത്. ആൻഡ് ഓർമണ്ട് പറയുന്ന ഈ പീസ് എന്താണെന്ന് വെച്ചാൽ വോൾഫ് വൈറ്റിന്റെ കാര്യമാണ്. വോൾഫ് വൈറ്റിനെ ഓർമണ്ട് നൈസായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഗ്രീൻസിന്റെ സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഈ എപ്പിസോഡിൽ ലാസ്റ്റ് കാണുന്നുണ്ട്. ആൻഡ് അടുത്ത സീനിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഡേമൺ ടാർഗറിയനും കറാക്സിസും വെയിലിലേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ബെയിലയും ആഡമും വെയില് വഴി പാസ് ചെയ്ത് പോകുന്നത് റെയിനെ കാണുന്നു. റെയിൻ അവരെ കാണാൻ പോയതിന് ലേഡി ജെയിൻ ആര്യൻ റെയിനെ കിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. ലേഡി ജെയിൻ ആര്യൻ ഈ ഇൻഫർമേഷൻ ഡേമന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഡേമൺ ഇപ്പൊ റെനിയറയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഷിപ്പ് സ്റ്റിലറിന്റെ റൈഡർ ഡേമൺ കൊന്നെന്നാണല്ലോ. ഇനിയിപ്പം റെയിൻ അങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അത് ആരെങ്കിലും അറിഞ്ഞ് റെനിയറയുടെ അടുത്ത് ന്യൂസ് എത്തിക്കഴിഞ്ഞാൽ ഡേമൺ അവിടെ നുണ പറഞ്ഞാവില്ലേ. സോ അതിനെ കൊണ്ട് ഡേമൺ വെയിലിലേക്ക് ഓടി എത്തിക്കുകയാണ്. ആൻഡ് നമ്മൾ ഈ സീനിന്റെ അകത്ത് ലേഡി ജെയിൻ ആര്യന്റെ കൂടെ ഒരു ലേഡീനെ കാണിക്കുന്നുണ്ട്. ലേഡി ജെയിൻ ആര്യൻ ബുക്കിലെ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ ലെസ്ബിയൻ ആണ്. സോ മോസ്റ്റ് പ്രോബ്ലി ഇത് ലേഡി ജെയിൻ ആര്യന്റെ റൊമാൻറ്റിക് പാർട്ണർ തന്നെ ആവാനാണ് ചാൻസ്. ലേഡി ജെയിൻ ആര്യൻ പറയുന്നത് റെനീറനെ വിളിച്ചിട്ടുള്ള കാര്യം പറയുന്നതാണ് പറയുന്നത്. കാരണം റെനീറ തനിയായി ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പണി ലേഡി ജെയിൻ ആര്യനും കിട്ടുമെന്ന് അവർക്കറിയാം. ആൻഡ് ഈ വെയിലിലെ ക്യാസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഒരു ആർമിക്ക് ഒന്നായിട്ട് അങ്ങോട്ട് മാർച്ച് ചെയ്ത് വരാൻ പറ്റില്ല. കാരണം അവിടേക്കുള്ള പാത്ത് ഭയങ്കര നേരോ ആണ്. പക്ഷെ ഡ്രാഗൺ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. റെനീറയുടെ കയ്യിലാണ് ഒരുപാട് ഡ്രാഗൺസും ഉണ്ട്. സോ ആ ഒരു പേടി അവർക്കുണ്ട്. റെനീറ ഇത് അറിഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആകെ പണി പാടുന്നുണ്ട്. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂറായിട്ട് റെനീറോട് വിളിച്ച് പറയാനുള്ള പ്ലാനാണ്. പക്ഷെ ഡേമൺ പറയുന്നുണ്ട് വേണ്ട, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഡേമൺ റെയിനെ കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ ലേഡി ജെയിൻ ആര്യൻ ഡേമണോട് പറയുന്ന ഒരു കാര്യമുണ്ട്. റെയിൻ അപ്പം വെയ്ഗാറിനെ തെരഞ്ഞെടുക്കാണ്. വെയ്ഗാറിനെ വെയിലിൽ ഏതൊക്കെയോ ഭാഗത്ത് വെച്ച് ആളുകൾ കണ്ടെന്നുള്ള ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതേ സമയത്ത് വെയിലിൽ മറ്റൊരു സ്ഥലത്ത് ബെയിലയും ആഡമും ഫള്ളും വെയ്ഗാറിനെ തെരഞ്ഞെടുക്കുകയാണ്. ഈ സീനിന്റെ അകത്ത് ബെയില ആഡത്തിനോട് പറയുന്ന ഒരു കാര്യം, റെനീറ ഇപ്പോഴും ജെയ്സ് മരിച്ചതിന്റെ ദേഷ്യം ബെയിലയോട് കാണിക്കുന്നുണ്ടെന്നും ബെയിലെ മൈൻഡ് ചെയ്യുന്നില്ലെന്നൊക്കെയാണ് ബെയിലയുടെ കംപ്ലൈന്റ്. ആൻഡ് നമ്മൾ മുന്നത്തെ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷന്റെ അകത്തൊരു കാര്യം ആഡവും ബെയിലയും തമ്മിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വരുമോ എന്നുള്ള കാര്യം നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ സീനിന്റെ അകത്ത് ആഡത്തിന് ബെയിലയോട് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന്റെ ആഗ്രഹമുണ്ട്. ആൻഡ് ആഡം അത് ബെയിലയോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആഡം പറയുന്നത് കോളിസ് വെലാരിയൻ ആഡത്തിനും ആലിനും ലെജിറ്റിമൈസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ റെനീറ അതിന് സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഒരു ഹൈബോൺ ആയിട്ടുള്ള ലേഡി കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇവർക്ക് ലെജിറ്റിമൈസേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം ബെയില വിചാരിക്കുന്ന ആഡം ആലിന്റെയും ബെയിലയുടെയും റിലേഷൻ അറിഞ്ഞിട്ടുണ്ടാവും, അതിനെ കുറിച്ചാണ് പറയുന്നതെന്നാണ്. ആൻഡ് അത് ബെയില ആഡത്തിനോട് ചോദിക്കുമ്പോൾ ആഡത്തിന്റെ മുഖമാകെ മാറുന്നുണ്ട്. ഈ സീനിന്റെ സമ്മറൈസ് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഇവിടെ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിക്കുള്ള സ്കോപ്പ് ഉണ്ട്. ആൻഡ് ഇവരുടെ ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഷീപ്പ് സ്റ്റീലർ അതുവഴി പോകുന്നത് ഇവർ കാണുക. അടുത്ത സീനിൽ നമ്മൾ വീണ്ടും ഹാമഹെൽ തന്നെയാണ് കാണുന്നത്. ആലിസന്റ് എയ്മണ്ടിനോട് പറയാണ് സർ ഏഡ്രിയൻ, അതായത് റെനീറയുടെ ഫ്യൂൻസ് ഗാർഡ് ആയിരുന്ന സർ ഏഡ്രിയൻ ആണ് ആലിസന്റിനെ ഇവിടെ വരെ എത്താൻ സഹായിച്ചത്. സർ ഏഡ്രിയൻ ഹെൽപ്പ് ഇല്ലായിരുന്നെങ്കിൽ ആലിസന്റിന് ഇവിടെ എത്താൻ പറ്റില്ല, വരുന്ന വഴിയൊക്കെ ആകെ പ്രശ്നം പിടിച്ച വഴികളാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എയ്മണ്ട് പെട്ടെന്ന് ആലിസന്റെ തടഞ്ഞു നിർത്തിയിട്ട് ആലിസന്റെ മുടി പിടിച്ചു നോക്കുന്നുണ്ട്. എയ്മണ്ടിന് ഇപ്പോഴും ഉറപ്പില്ല ഇത് ആലിസന്റെ ആണോ അതോ സ്വപ്നം കാണുകയാണോ എന്നുള്ള കാര്യം. സോ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ട് എയ്മണ്ട് ആലിസന്റെ മുടി പിടിച്ചു നോക്കുന്നത്. ആൻഡ് ഈ സീനിൽ തുടർന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ എയ്മണ്ട് സർ ഏഡ്രിയന്റെ അടുത്ത് പോകുന്നുണ്ട്. ആൻഡ് സർ ഏഡ്രിയനോട് നല്ലപോലെ നിന്നുകൊണ്ട് എയ്മണ്ട് സർ ഏഡ്രിയനെ കൊന്നു കളയുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് അത് സർ ഏഡ്രിയന്റെ ഇന്റൻഷനിൽ ഡൗട്ട് ഉണ്ടായിട്ടൊന്നല്ല, മറിച്ച് എയ്മണ്ടിന് ഇപ്പൊ ആരെയും വിശ്വാസമില്ല. ഇപ്പൊ അവിടെ ഡ്രാഗൺ എക്സ് ഉണ്ട്. ആൻഡ് ഈ കാര്യമൊന്നും പുറത്തു പോകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു എയ്മണ്ട് അയാളെ കൊന്നു കളഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ സീനിന്റെ അകത്ത് ആലിസ് റിവേഴ്സ് ആലിസനെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആലിസ് റിവേഴ്സ് പറയുന്നത് യു ആർ ഇൻ ടൈം ഫോർ സപ്പർ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മൾ നേരെ കാണുന്നത് ടെമ്പിൾട്ടണിൽ ഓർമണ്ട് ഹൈറ്റവർ ഭക്ഷണം കഴിക്കുന്നതായിട്ടാണ്. ആൻഡ് ആ ടേബിളിൽ ഒരു സൈഡിലായിട്ട് കോർലിസ് വെലാരിയനെ കാണുന്നുണ്ട്. സോ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കോർലിസ് വെലാരിയനെ ഹൈറ്റവർമൻ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. മരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം കൺഫേം അല്ല എന്നുള്ളത് നമ്മളൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ എപ്പിസോഡിൽ നമുക്കത് വ്യക്തമായി കോർലിസ് വെലാരിയൻ മരിച്ചിട്ടില്ല. ഓർമണ്ട് ഹൈറ്റവറിന്റെ പ്ലാൻ കോർലിസ് വെലാരിയനെയും കൂടി ഗ്രീൻ സൈഡിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ സിറ്റി വാച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെലാരിയൻ ആർമിയാണ് ഇപ്പം കിങ്സ് ലാൻഡിംഗിലേക്ക് പോകുന്നത്. കോർലിസ് വെലാരിയൻ ഓർമണ്ട് ഹൈറ്റവറിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവർ വെലാരിയൻ ആർമി സിറ്റി വാച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ കിങ്സ് ലാൻഡിംഗിലേക്ക് പോകില്ല. അത് കിങ്സ് ലാൻഡിംഗിലെ പ്രശ്നങ്ങൾ കൂടുതൽ മോശമാക്കാൻ ഓർമണ്ടിനെ സഹായിക്കുകയും ചെയ്യും. അന്നേരം ടീറിൻ ചോദിക്കുന്നുണ്ട്, അല്ല അതെങ്ങനെ ഇപ്പൊ നമുക്ക് ഹെൽപ്പ് ആവുക? കാരണം വിന്റർ വൂൾഫ്സും റിവർലാൻഡ് മെൻ ആർമിയും ഏകദേശം നമ്മളടുത്ത് എത്തി. ഈ ചോദ്യം കേൾക്കുമ്പോൾ ഓർമണ്ട് ഹൈറ്റവറിന്റെ ഫേസ് ആകെ മാറുന്നുണ്ട്.
പറയുന്നുണ്ട്. അപ്പൊ നോർമൽ ആയിട്ട് പറഞ്ഞ ആരും അദ്ദേഹത്തിന് ക്വസ്റ്റ്യൻ ചെയ്യുന്നതോ ഒന്നും താല്പര്യമില്ല. ടൈറനെ കിങ് ആക്കാം എന്ന് പറയുന്നത് ഓർമൺ ഹൈറ്റവറിന്റെ കള്ളത്തരം മാത്രമാണെന്നുള്ളത് ഇതിൽ വളരെ വ്യക്തമാണ്. കാരണം എല്ലാവരുടെ മുന്നിലും ഹിസ് ഗ്രേസ് കിങ് ഡെയറൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഓർമ്മണ്ട്. ഡെയറിനെ ചോദ്യം ചോദിച്ചപ്പോഴത്തേന് ഓർമ്മണ്ടിന്റെ സ്വഭാവം മാറി. ഡെയറിനെ സംബന്ധിച്ചിടത്തോളം ഡെയറൻ ചോദിച്ച ചോദ്യം ഭയങ്കര വാലിഡ് ആണ്. കാരണം 2 ദിവസത്തിനുള്ളിൽ ഒരു വലിയ ആർമി അവർ അറ്റാക്ക് ചെയ്യാൻ പുറത്തെത്തും. ഇപ്പോഴും കിങ്സ് ലാൻഡിങ്ങിലേക്ക് ഓരോ പ്ലാൻസും പ്ലോട്ട് ചെയ്തുകൊണ്ടിരുന്ന് ലോങ് ടേം യുദ്ധം മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവരെല്ലാം മരിക്കും എന്നുള്ള ബോധം ഡെയറിനുണ്ട്. പക്ഷെ ഓർമണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഓർമണ്ടിന്റെ കയ്യിൽ ഇപ്പം വുൾഫ് ഫൈറ്റ് ഉണ്ട്. വുൾഫ് ഫൈറ്റ് ടേൺ ചെയ്ത കാര്യം ഗെയിൻ ഹൈറ്റവറിനോ അല്ലെങ്കിൽ ഡെയറിൻ ടാർഗറിയനോ അറിയില്ല. ഞാൻ കോളിസ് വെലാരിയൻ ഓർമണ്ടിന്റെ ഓഫറിനൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. അന്നേരം ഓർമണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ ടാർഗറിയൻസിൽ കണ്ടിരിക്കണേ, അവരൊക്കെ വളരെ മോശം ആൾക്കാരാണെന്നൊക്കെ പറയുന്നത്. ആൻഡ് കോളിസ് വെലാരിയന്റെ വൈഫിനെ മെൻഷൻ ചെയ്യുമ്പോൾ കോളിസ് വെലാരിയന്റെ കൺട്രോൾ ആകെ പോകുന്നുണ്ട്. പുള്ളി കസേരന്ന് ചാടി എഴുന്നേറ്റിട്ട് എന്നെ എന്റെ സെല്ലിൽ കൊണ്ടാക്കണം എന്ന് പറയും. ആൻഡ് ഓക്കെ എന്നാ സെല്ല് പൊക്കോളൂ. പോകാൻ നേരത്ത് ഓർമണ്ട് കത്തി എടുത്തുകൊണ്ട് ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സീൻ കട്ടാവുന്നു. അടുത്ത സീനിലേക്ക് പോവുകയാണ് കാണിക്കുന്നത്. ആൻഡ് നമ്മൾ ഈ എപ്പിസോഡിന്റെ ലാസ്റ്റ് സീനുകളിലായിട്ട് ആലൻ ഓഫ് ഫർലിന് ഓർമണ്ട് ഹൈറ്റവർ ലോർഡ് കോളിസ് വെലാരിയന്റെ മുതലിട്ട് വിരള് വെട്ടി അയച്ചു കൊടുക്കുന്നതായി കാണുന്നുണ്ട്. സോ ഈ സീനിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും കോളിസിന്റെ വിരള് ഓർമണ്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി റെനേറയുടെ സ്മോൾ കൗൺസിലേക്ക് വരുമ്പോൾ സർ ടോറൻ മാൻലി ആകെ വിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ടോറൻ മാൻലി ആണ് ഇപ്പം മാസ്റ്റർ ഓഫ് കോയിൻ. ആൻഡ് ആളുകള് സ്ട്രീറ്റ്സിൽ ടോറൻ മാൻലിക്കെതിരെ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. കാരണം നമുക്കറിയാം ഓൾറെഡി കിങ്സ് ലാൻഡിങ്ങിൽ കാശൊന്നുമില്ല. ഗോൾഡ് മൊത്തം ടൈലൻ ലാനിസ്റ്റർ എവിടെയോ കൊണ്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ആൻഡ് മുന്നത്തെ എപ്പിസോഡുകളിലായിട്ട് ഇത് ആരെങ്കിലും തലയിലിടണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ടോറൻ മാൻലിയെ മാസ്റ്റർ ഓഫ് കോയിൻ ആയിട്ട് മിസേരിയയുടെ ഉപദേശപ്രകാരം റെനീറ അപ്പോയിന്റ് ചെയ്തത്. സർ ടോറൻ മാൻലി ചോദിക്കുന്നുണ്ട്, ഞാൻ ടാക്സ് ആളുകളെ ഈടാക്കാൻ പറഞ്ഞു, ആ ഉപദേശം എടുത്തിട്ടില്ല, അല്ലാതെ ഞാൻ എന്താ ചെയ്യാന്നൊക്കെ പുള്ളി ചോദിക്കുന്നുണ്ട്. ആൻഡ് പുള്ളിയുടെ ഈ കൺസേൺ ഒന്നും ചെവി കൊള്ളാതെ റെനീറ നേരെ ചോദിക്കുന്നത് ലോർഡ് കോർലിസ് വെലാരിയനെ കുറിച്ച് വല്ല വിവരമുണ്ടോ, ആരൻ ഹാലിലുള്ള ഏമണിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ, അതേപോലെ ഡേമൺ ഇപ്പം സ്മോൾ കൗൺസിൽ ഇല്ല, ഡേമണിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൻഡ് അന്നേരം ടോറൻ മാൻലി വീണ്ടും ഇന്ററപ്റ്റ് ചെയ്ത് സംസാരിക്കാൻ നോക്കുമ്പോൾ ലേഡി ഫ്രേ ആരൻ ഹാലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സർ എഡ്രിയൻ ഏമനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആരൻ ഹാലിൽ വെറുതെ ഇരിക്കല്ല, അത് ഞങ്ങൾ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം റെനീറ ആരൻ ഹാലിൽ ഒക്കുപ്പൈ ചെയ്തോളം പറയുന്നുണ്ട്. ആൻഡ് ലേഡി ഫ്രേ ഭയങ്കര ഹാപ്പിയാണ് ഈ കാര്യത്തിൽ. കാരണം അവരിവിടെ വന്നിരുന്നത് തന്നെ ഈ ഒറ്റ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. ആൻഡ് ഈ സമയത്താണ് ആഡം ഓഫ് ഫർലും ബെയിലെയും സ്മോൾ കൗൺസിലേക്ക് വരുന്നത്. ആൻഡ് ആഡം റെനിയറോട് പറയുന്നുണ്ട് ഷീപ്പ് സ്റ്റീലറിനെ അതുപോലെ തന്നെ ഷീപ്പ് സ്റ്റീലറിന്റെ റൈഡറിനെയും ബെയിലിൽ വെച്ച് അവർ കണ്ടെന്ന്. എനിക്ക് ഒരു കാര്യം കേൾക്കാൻ കാത്തു കയറുന്ന മിസാരിയ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വെറുപ്പിയ ഒരു ക്യാരക്ടർ ഷോ വേറില്ല. മിസാരിയുടെ ആകെയുള്ള ജീവിത ലക്ഷ്യം ഡെയ്മണെ എങ്ങനെയെങ്കിലും ആ സ്മോൾ കൗൺസിൽ നിന്ന് ചവിട്ടി പുറത്താക്കണം, ഡെയ്മൺ എങ്ങനെയെങ്കിലും പണി കൊടുക്കണം എന്നുള്ള ഒറ്റ ചിന്തയിൽ നടക്കണം. റെനേറയുടെ പിന്നാലെ നടന്നിട്ട് ഡെയ്മൺ നുണ പറഞ്ഞില്ലേ, ഡെയ്മൺ ഷീപ്പ് സ്റ്റീലറിന്റെ റൈഡറെ കൊന്നെന്ന് പറഞ്ഞ നുണയാണ്, ഡെയ്മൺ പറ്റിക്കുകയാണ്, ഡെയ്മൺ വേറെ എന്തൊക്കെയോ പ്ലാൻ പ്ലോട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് റെനീറയുടെ പിന്നാലെ നടന്ന് പോയിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഇതേ സമയത്ത് എയ്ഗോണും ടൈലൻ ലാനിസ്റ്ററും അതേപോലെ തന്നെ ലാരി സ്ട്രോങ്ങും കൂടെ മെയ്ഡൻ പൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയ്ഡൻ പൂളിൽ നിന്ന് ഷിപ്പ് വഴി ബ്രാവോസിലേക്ക് പോകാനാണ് പ്ലാൻ. ആൻഡ് ടൈലൻ ലാനിസ്റ്റർ മാക്സിമം എയ്ഗോണിന്റെ കാസ്റ്റൽ റോക്കിലേക്ക് എത്തിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അതിനെ കുറിച്ച് അറിവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അവർ ഈ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് മെയ്ഡൻ പൂളിന്റെ ആളുകളെല്ലാം കൂടെ ഓക്രസിലേക്ക് രക്ഷപ്പെട്ട് ഓടുന്നത് കാണുന്നത്. ആൻഡ് അതിലൊരു ലേഡി അവരോട് പറയുന്നത് മെയ്ഡൻ പൂളിലേക്ക് ഹൗസ് മൂട്ടൻസിന്റെ ആർമി വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. ആൻഡ് ഈ ഹൗസ് മൂട്ടൻസ് റെനീറയോട് ലോയൽറ്റി പ്ലഡ് ചെയ്തൊരു ഹൗസ് ആണ്. നെക്സ്റ്റ് സീനിലായിട്ട് നമ്മൾ ഹാരൻഹെല്ലിലാണ് കാണുന്നത്. ആൻഡ് ഹാരൻഹെല്ലിൽ ആലിസനും ആലിസ് റിവേഴ്സും എയ്മണ്ടും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ സീനിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആലിസന്റിനെ ആലിസ് റിവേഴ്സിനെയും ആലിസ് റിവേഴ്സിനെ ആലിസനെയും ഒട്ടും പിടിച്ചിട്ടില്ല. ആൻഡ് ആലിസനോട് എയ്മന്റെ പ്ലാൻ പറയുന്നുണ്ട്. എയ്മൺ ഹാരൻഹെല്ലിൽ നിന്നിട്ട് അവിടെ കിങ് ആയി മാറാനുള്ള പരിപാടിയാണ് എയ്മണ്ടിനുള്ളത്. ആൻഡ് ആലിസന്റ് അപ്പം റെനീറയാണ് ഇപ്പൊ കിങ്സ് ലാൻഡിങ്ങിലെ റൂളർ. സോ റെനീറ അതിനെ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ എയ്മണ്ട് പറയുന്നത് റെനീറ കോമണേഴ്സിന് കൊണ്ട് ഡ്രാഗനെ ടൈം അയച്ചില്ല, സോ അതുകൊണ്ട് തന്നെ റെനീറ എന്തായാലും ഫെയിൽ ആവും. ആൻഡ് എയ്മണ്ടിന് സമയമാണ് വേണ്ടതെന്നും കൂടെ എയ്മണ്ട് പറയുന്നുണ്ട്. ഈ സീനിലൊന്നും എയ്മണ്ട് ആലിസന്റിനോട് അവിടെ ഡ്രാഗനെക്സ് ഉള്ള കാര്യം പറയുന്നില്ല. ആൻഡ് ഇവിടെ എയ്മണ്ട് സമയം ചോദിക്കുന്നത് മിക്കവാറും ഡ്രാഗനെക്സ് ഹാച്ച് ആവാൻ, അതുപോലെ എയ്മണ്ടും ആലിസ് റിവേഴ്സും കുട്ടികൾ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട്. സോ ആ കുട്ടികൾ വളർന്നു വരാനും അതുകൂടാതെ ആ ഡ്രാഗൺസും വളർന്നു വരാനുള്ള സമയമായിരിക്കും എയ്മണ്ട് ആലോചിക്കുന്നതെന്ന് തോന്നുന്നു. ആൻഡ് ഈ സീനിന്റെ അകത്ത് എയ്മണ്ട് ആലിസന്റിനോട് ഹാരൻഹെല്ലിൽ തന്നെ നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ സീനിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സീനിൽ ആലിസ് റിവേഴ്സ് എയ്മണ്ടിനെ വാൺ ചെയ്യുന്നുണ്ട്. അതായത് ആലിസന്റ് എയ്മണ്ടിനെ എന്തോ ഉപദ്രവം ചെയ്യാൻ വന്നതാണെന്ന് ആലിസ് റിവേഴ്സിന് മനസ്സിലായിട്ടുണ്ട്. ആലിസ് റിവേഴ്സ് ഒരു വിച്ചാണ്. ഒബ്വിയസ്ലി ആലിസ് റിവേഴ്സിന് കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ പറ്റും. ആൻഡ് എയ്മണ്ട് അത് കേൾക്കുന്നുമില്ല. ആൻഡ് ഇതേ സമയത്ത് ആലിസന്റ് ആകെ പെട്ട അവസ്ഥയാണ്. കാരണം ആലിസന്റിന് തിരിച്ച് കിങ്സ് ലാൻഡിങ്ങിലേക്ക് പോയേ പറ്റുള്ളൂ. ആലിസന്റിന്റെ ഇപ്പോഴത്തെ മെയിൻ കൺസേൺ ഹെലീനനെ
നല്ലപോലെ നോക്കണം എന്നാണ്. കാരണം ആലിസന്റെ എയ്മണ്ടിന് അവിടെയുള്ള ഒരു പോയിസൺ ബെറി വൈനിൽ കലക്കി കൊടുത്ത് എയ്മണ്ടിനെ കൊല്ലാൻ നോക്കുന്നുണ്ട്. ആൻഡ് ആലിസന്റ് ആരൻഹലിൽ നിന്ന് കൂടി രക്ഷപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. എയ്മണ്ട് ആണെങ്കിൽ മരിക്കുമെന്നാണ് ആലിസന്റ് വിചാരിക്കുന്നത്. പക്ഷെ എയ്മണ്ട് മരിക്കാനുള്ള ചാൻസ് കുറവാണ്. എയ്മണ്ട് കഴിഞ്ഞു നീങ്ങി ആലിസ് റിവേഴ്സിന്റെ അടുത്തേക്ക് തന്നെ എത്തുന്നുണ്ട്. ആലിസ് റിവേഴ്സ് മിക്കവാറും എയ്മണ്ടിനെ രക്ഷിക്കും. ഇതേ നേരത്ത് എയ്ഗോൺ ഹൗസ് മോട്ടൻസിന്റെ ആർമീനെ പേടിച്ചിട്ട് റൂക്രസിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. ആൻഡ് റൂക്രസിലേക്ക് എത്താൻ നേരത്ത് റൂക്രസിലെ ആളുകൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതായിട്ട് എയ്ഗോണും ലാരിസ്ട്രോങ്ങും ടൈലൻ ലാരിസ്റ്ററും കാണുന്നുണ്ട്. നമ്മൾ മുമ്പത്തെ എപ്പിസോഡിലൊക്കെ കണ്ടിട്ടുള്ള റൂക്രസിലുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ ജാനോസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആൻഡ് ഈ ക്യാരക്ടർ തന്നെയാണ് എയ്ഗോണോട് പറയുന്നത് റൂക്രസിലേക്ക് ഹൗസ് മോട്ടങ്ങിന്റെ ആർമി വരുന്നുണ്ടെന്നും. ആൻഡ് ഇത് കേൾക്കുന്ന എയ്ഗോൺ പറയും, ഇനി ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും ഇല്ല, ഇനിയിപ്പം എന്നെ ഒന്ന് കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ, ഞാൻ എന്തായാലും ആർമീനെ ഫേസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് എയ്ഗോൺ അവിടെ നിൽക്കും. ആൻഡ് ടൈലൻ ലാനിസ്റ്റർ സർപ്രൈസിംഗ്ലി എയ്ഗോണിന്റെ കൂടെ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ലാരിസ്ട്രോ എന്ന് പറയുന്നത് പുള്ളി ഒരു ക്രിപ്പിളാണ്. സോ പുള്ളിക്ക് അവിടെ നിന്നിട്ട് അവരെ ബാറ്റിൽ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. പുള്ളി ബ്രാവോസിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എയ്ഗോണിനും ടൈലൻ ലാനിസ്റ്ററിനെ ഒറ്റക്കാക്കിയിട്ട് പോവാണ്. ഇത് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് ടൈലൻ ലാനിസ്റ്റർ വിട്ടുപോയാലും ലോർഡ് ലാരിസ്ട്രോങ് വിട്ടുപോയില്ലെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ത്രൂ ഔട്ട് എയ്ഗോണിന്റെ ജേണിയിൽ കൂടെ നിന്ന ആളാണ് ലാരിസ്ട്രോങ്. ആൻഡ് പുള്ളിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ പുള്ളി പറഞ്ഞത് ഒരു കണക്കിൽ ശരിയാണ്. കാരണം ഇപ്പൊ എയ്ഗോൺ എടുത്ത തീരുമാനം ഒരു സൂയിസൈഡൽ സ്റ്റാൻഡ് ആണ്. ഇനി നമ്മൾ വെയിലേക്ക് തന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഡേമൺ ടാർഗേറിയൻ ഷീപ്പ് സ്റ്റീലറിനെയും റെയ്നേനെയും തെരഞ്ഞു കണ്ടുപിടിക്കുന്നുണ്ട്. ആൻഡ് കറാക്സിസ് ഷീപ്പ് സ്റ്റീലറിനെ ആകാശത്ത് നിന്ന് അറ്റാക്ക് ചെയ്ത് നിലത്തേക്ക് ലാൻഡ് ചെയ്യിക്കുന്നുണ്ട്. ആൻഡ് റെയ്ന ഡേമനോട് പറയുന്നത് റെയ്ന ഇപ്പൊ വെയ്ഗാറിനെ തെരഞ്ഞെടുക്കാണ്. വെയ്ഗാറിനെ കൊന്നു കഴിഞ്ഞാല് റെയ്നക്ക് തിരിച്ച് കിങ്സ് ലാൻഡിങ്ങിലേക്ക് വരാം. അങ്ങനെ റെനീറ റെയ്നോട് ക്ഷമിക്കും പ്ലാനാണ് റെയ്നക്ക്. ഈ സമയത്ത് ഡെയ്മൺ റെയ്നോട് പറയുന്നുണ്ട് ഡെയ്മണും സഹായിക്കാന്ന്. അത് മാത്രമല്ല ഡെയ്മൺ ഇവിടെ റിവീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഡെയ്മണും റെയ്നെ പോലെ തന്നെ ഡ്രാഗൺ ഇല്ലാത്തൊരു ചൈൽഡ്ഹുഡ് ആണ് ഡെയ്മണും ഉണ്ടായിരുന്നതെന്നും അതുകൂടാതെ ഡെയ്മണെ പ്രസവിച്ച ഉടനെ തന്നെ ഡെയ്മണിന്റെ അമ്മ മരിച്ചു പോയതാണെന്നും ഡെയ്മൺ പറയുന്നു. സോ ഡെയ്മണും ഒറ്റപ്പെടൽ അനുഭവിച്ച് വളർന്ന കുട്ടിയാണ്. സോ ഡെയ്മൺ റെയ്നയുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് ഡെയ്മൺ റെയ്നയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഈ സമയത്താണ് റെയ്നീറയും അതുപോലെ ആഡം ഓഫ് അള്ളും സൈറാക്സിനെയും സീസ്മോക്കിനെയും കൂട്ടിയിട്ട് അവിടേക്ക് എത്തുന്നത്. ആൻഡ് റെനീറ വന്നതോടുകൂടി ഈ സിറ്റുവേഷൻ ആകെ വളരെ മോശമാവുകയാണ്. ശരിക്കും ഇപ്പൊ റെനീറ ഇവിടേക്ക് വന്നിട്ടില്ലെങ്കിൽ ഡെയ്മൺ റെയ്നേനെയും കൂട്ടി വെയ്ഗാറിനെ കണ്ടുപിടിച്ച് അവർ രണ്ടുപേരും കൂടെ വെയ്ഗാറിനെ കൊല്ലുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലാക്സിന്റെ വലിയൊരു തലവേദന തീരുമായിരുന്നു. ആൻഡ് റെനീറയ്ക്ക് മനസ്സിലാവും റെയ്നിയാണ് ഷീപ്പ് സ്റ്റീലറിന്റെ റൈഡർ എന്നും അതുകൊണ്ടാണ് ഡെയ്മൺ ഈ കാര്യം റെനീറയുടെ അടുത്തുനിന്ന് ഒളിപ്പിച്ചു വെച്ചതെന്ന് മനസ്സിലാവും. റെനീറ ഇന്റൻഷനലി ചെയ്ത കാര്യങ്ങൾ കൊണ്ടല്ല ജെയ്സ് മരിച്ചതെന്നും മനസ്സിലായിട്ടും റെനീറ പിന്നെ എന്തിനാണ് ഷീപ്പ് സ്റ്റീലറിനെ അറ്റാക്ക് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സൈറാക്സും സീസ്മോക്കും കൂടെ ചേർന്ന് ഷീപ്പ് സ്റ്റീലറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഷീപ്പ് സ്റ്റീലർ സൈറാക്സിനെക്കാളും വലിയൊരു ഡ്രാഗൺ ആണ്. അതൊരു വൈൽഡ് ഡ്രാഗൺ ആണെങ്കിൽ കൂടി അത് സൈറാക്സിനോട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കുന്നുണ്ട്. ആൻഡ് ഇതിനിടയിൽ കൂടെ സീസ്മോക്കും കൂടെ അറ്റാക്ക് ചെയ്യുമ്പോൾ സീസ്മോക്കിനോട് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ കറാക്സിന്റെ അടുത്ത് ഷീപ്പ് സ്റ്റീലറിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സിറ്റുവേഷൻ ആകെ അവരെ കയ്യിൽ നിന്ന് പോകും. ആൻഡ് മുന്നത്തെ സീസണിലായിട്ട് വിസേരിയസ് റെനീറയോട് പറഞ്ഞിട്ടുണ്ട് ഡ്രാഗൺസ് നമ്മളെ കൺട്രോളിലല്ല, നമ്മളാണ് ഡ്രാഗൺസിന്റെ കൺട്രോളിലെന്ന്. ആ കാര്യമാണ് എനിക്ക് ഇവിടുന്ന് ഓർമ്മ വന്നത്. കാരണം ഫൈറ്റ് തുടങ്ങിയതിന് ശേഷം ഇവര് പറഞ്ഞിട്ടൊന്നും ഡ്രാഗൺസ് കേൾക്കുന്നില്ല. അതേപോലെ മരണ അടിയാണ്. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ സങ്കടം വന്നൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ റെയ്നേനെ റെനീറ സൈറാക്സിന്റെ പുറത്ത് കയറ്റിയിട്ട് കൊണ്ടുപോകും. ആൻഡ് ഈ നേരത്ത് ഷീപ്പ് സ്റ്റീലറിനെ അവിടെ കറാക്സിസ് നിലത്തിട്ട് ചവിട്ടി തേച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. ആൻഡ് ഷീപ്പ് സ്റ്റീലറിന് കറാക്സിന്റെ അടുത്ത് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആൻഡ് ആ ഡ്രാഗണെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഡ്രാഗൺ വെയില് അതിന്റെ കാര്യങ്ങളും നോക്കി അവിടെ ഉണ്ടായിരുന്ന ഷീപ്സിനെ തിന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ഡ്രാഗണാണ്. അതിനെ പോയിട്ട് റെയ്നെ ക്ലെയിം ചെയ്ത് അതിനെ ഇപ്പം ഇവരെ ഈ മെസ്സിലേക്കൊക്കെ വലിച്ചഴിച്ച് ആൻഡ് ഈ ഫൈറ്റിന്റെ അവസാനം കറാക്സിനോട് ഡെയ്മൺ ഷീപ്പ് സ്റ്റീലറിനെ കൊല്ലാനാണ് പറയുന്നത്. പക്ഷെ ഷീപ്പ് സ്റ്റീലർ അവിടെ നിന്ന് എഴഞ്ഞു നീങ്ങി ഓടി പോകുന്ന ഒരു സീനുണ്ട്. കാരണം അതിന് പറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഈ സീൻ സത്യം പറഞ്ഞാൽ വല്ലാതെ എന്നെ ഹേർട്ട് ചെയ്തൊരു സീനാണ്. ആൻഡ് ഈ ഫൈറ്റിൽ ഷീപ്പ് സ്റ്റീലറിന് മാത്രമല്ല സൈറാക്സിനും നല്ലപോലെ ഇഞ്ചുറി ആയിട്ടുണ്ട്. നമുക്കറിയാം അടുത്ത എപ്പിസോഡിൽ എന്തായാലും ബാറ്റിൽ ഓഫ് ടെമ്പിൾട്ടൺ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് സൈറാക്സിന് ബാറ്റിൽ ഓഫ് ടെമ്പിൾട്ടണിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് വിചാരിക്കാം. തിരിച്ച് സീനിലേക്ക് വരുമ്പോൾ കറാക്സിസ് എന്തായാലും ഷീപ്പ് സ്റ്റീലറിനെ കൊല്ലുന്നില്ല. സോ മേ ബി മുന്നോട്ട് പോകുന്ന എപ്പിസോഡുകളിലോ അല്ലെങ്കിൽ അടുത്ത സീസണിലോ ആയിട്ട് റെയ്ന വന്നിട്ട് ഷീപ്പ് സ്റ്റീലറിനെ റൈഡ് ചെയ്ത് നമുക്ക് എന്തായാലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. ആൻഡ് ഐ റിയലി ഹോപ്സ് ടു സീ ഷീപ്പ് സ്റ്റീലർ. ഇനി കിങ്സ് ലാൻഡിങ്ങിലേക്ക് വരുമ്പോൾ മിസേരിയ സെൽവി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അയൺ ട്രോൺ റൂമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് മിസേരിയ ഇവിടെ പറയുന്നത് റെനീറ ഇനി പെറ്റീഷൻസ് കേൾക്കില്ല, റെനീറയ്ക്ക് പകരം ഈ പെറ്റീഷൻസ് സെൽവി വഴി മിസേരിയ കേൾക്കുമെന്നാണ് പറയുന്നത്.
അതിന്റെ കൂടെ തന്നെ റെനീറ ഇനി പെറ്റീഷൻസ് കേൾക്കില്ല എന്ന് മിസേരി പറയുമ്പോൾ സിൽവി പറയുന്നുണ്ട് അത് വളരെ ക്രൂവലായ ഒരു കാര്യമാണെന്നും സിറ്റിയിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും ആൻഡ് റെനീറയ്ക്ക് അതിനെതിരെ തിരിഞ്ഞു നിൽക്കാൻ പറ്റില്ലെന്നും പറയുമ്പോൾ മിസേരി അതിനെ എഗ്രി ചെയ്യുന്നുണ്ട്. ഇവിടെ ശരിക്കും ഡൗട്ട്ഫുൾ ആയ ഒരു കാര്യം ഇത് റെനീറ എഗ്രി ചെയ്തിട്ട് മിസേരി ചെയ്യുന്നതാണോ എന്നുള്ളതാണ്. കാരണം റെനീറ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് മിസേരിയസിനെ പോലെ ഒരു കൈൻഡ് ആയിട്ടുള്ള റൂളർ ആവണം എന്നാണ് റെനീറയുടെ ആഗ്രഹം. അങ്ങനെയുള്ള ഒരു റെനീറ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. അത് മാത്രമല്ല റെനീറ ഇങ്ങനെ ഒരു കാര്യം മിസേരിയോട് പറയുന്നത് ഷോയില് നമ്മൾ കണ്ടിട്ടുമില്ല. സോ ഇത് മിസേരിയ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണോ അതോ റെനീറയുടെ ഡിസിഷൻ ആണോ എന്നുള്ളത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാമെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ കിങ്സ് ലാൻഡിംഗിൽ ആലൻ ഫള്ളിന്റെ നേതൃത്വത്തിൽ വെലാരിയൻ സോൾജേഴ്സ് കിങ്സ് ലാൻഡിങ്ങിലുള്ള ഗ്രീൻ സപ്പോർട്ടേഴ്സിനെ മൊത്തം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ സമയത്ത് ആലൻ ഫള്ളിന്റെ കയ്യിലേക്ക് അവിടെയുള്ള ഒരു സോൾജർ മെസ്സേജ് ആലൻ ഫള്ളിന് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊണ്ടുകൊടുക്കുന്നത്. ആൻഡ് ഈ ബോക്സിന്റെ അകത്ത് കാണുന്നത് ലോർഡ് കോളിസ് വെലാരിയന്റെ മോതിരം പതിപ്പിച്ച വിരലാണ്. എന്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാല് എന്തുകൊണ്ടാണ് ഓർമണ്ട് ഇത് റെനീറയ്ക്ക് അയക്കാതെ അലനോ ഫള്ളിനെ അയച്ചിരിക്കുന്നത്? മോസ്റ്റ് പ്രോബ്ലി അലനോ ഫള്ളിനെ ലോർഡ് കോളിസ് വെലാരിയൻ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പൊ സിറ്റി വാച്ചിൽ വെലാരിയൻ സോൾജേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. സോ അവരില്ലാതായി കഴിഞ്ഞാൽ ഓർമുണ്ടിന് കിങ്സ് ലാൻഡിംഗിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത ഗ്രീൻ സപ്പോർട്ടേഴ്സിനെ വെച്ചിട്ട് കിങ്സ് ലാൻഡിംഗിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ അതിനുള്ള ഒരു തടസ്സം ഇപ്പൊ വെലാരിയൻ മെൻ ആയതുകൊണ്ട് അതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഓർമുണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഓർമുണ്ടിന് ഇത് ഡയറക്ട്ലി റെനീറയ്ക്ക് അയക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ഓർമുണ്ട് ഹൈറ്റവറിനെ ലോർഡ് കോളിസ് വെലാരിയനെ വെച്ചിട്ട് അലനോ ഫള്ളിനെ അവരെ സൈഡിലേക്ക് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ പ്രധാന കാരണം അലനോ ഫള്ളിന്റെ ലവറാണ് ബെയ്ല. ബെയ്ല ബ്ലാക്ക് സൈഡിലാണ്. ആൻഡ് അത് മാത്രമല്ല അൽനോഫളിന്റെ ബ്രദർ ആയിട്ടുള്ള ആഡ്മോഫളും ബ്ലാക്ക് സപ്പോർട്ടറാണ്. സോ അൽനോഫളിന്റെ ലോർഡ് കോളിസ് വെലാരിന് വേണ്ടി ഗ്രീൻസിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡയറക്ട്ലി അതിന്റെ ലവറിനെയും അതുപോലെ ബ്രദറിനെയും ബാധിക്കും. ഇനി വീണ്ടും അടുത്ത സീനിലായിട്ട് ഹെലേനയുടെ അടുത്തൊരു ഡ്രീം കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഡ്രീമിന്റെ അകത്ത് ഹെലേന പ്രസവിക്കുന്നതായിട്ടും ആ കുട്ടീനെ ക്യൂൻസ് ഗാർഡിലുള്ള ഒരു സോൾജർ അടുത്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് തൊട്ടടുത്ത സീനിൽ ഹെലേന ഡ്രീം ഫയറിന്റെ മേലെ ഇരിക്കുന്നതും ഹെലേനയ്ക്ക് നേരെ അവിടുത്തെ സ്മോൾ ബോക്സ് ഓടിയെടുക്കുമ്പോൾ ഡ്രീം ഫയർ അവരെല്ലാം തീ തുപ്പി കത്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഡ്രീം ഫയറിനെ ഇതുപോലെ ഇത്ര ക്ലിയർ ആയിട്ട് ഈ ഷോയില് ഫസ്റ്റ് ടൈം ആണ് കാണിക്കുന്നത് തോന്നുന്നു. ആൻഡ് ഡ്രാഗൺ ഇസ് റിയലി ബ്യൂട്ടിഫുൾ. ആൻഡ് തൊട്ടടുത്ത സീനിലായിട്ട് ഹെലേനയുടെ ഡ്രീമില് ഹെലേനയും രണ്ട് കുട്ടികളും ഒരു വീടിന്റെ മുറ്റത്തിരുന്ന് കളിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ സീനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫസ്റ്റ് സീനിൽ കണ്ട ഹെലേനയുടെ ഡ്രീമിലുള്ള അതുപോലെ തന്നെ ഒരു വെള്ള കുതിര അവിടെ ഇരിക്കുന്നുണ്ട്. അത് മാത്രമല്ല രണ്ട് കുട്ടികളുണ്ട് ഹെലേനയുടെ. ഇതിലൊരു കുട്ടി ആൺകുട്ടി ഒരു കുട്ടി പെൺകുട്ടിയാണ്. ഹെലേനയുടെ ആൺകുട്ടീനെ മുന്നത്തെ സീസണിലായിട്ട് ഡേമൺ അയച്ച ആളുകൾ കൊന്നു കളഞ്ഞിട്ടുണ്ട്. സോ മോസ്റ്റ് പ്രോബ്ലി ഹെലേന ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള ഈ കുട്ടി ആൺകുട്ടി ആവാനാണ് ചാൻസ്. അതിന്റെ ഒരു ഹിന്റ് ആയിരിക്കും ഈ സീനിൽ കാണിച്ചതെന്ന് വിചാരിക്കാം. ആൻഡ് ഈ സീനിലേക്ക് മൊത്തം ഫോഗ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് വൈറ്റ് വാക്കേഴ്സ് വരുന്നുള്ളതിനുള്ള ഒരു ഹിന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ആൻഡ് പിന്നെ അടുത്ത സീനിലായിട്ട് റെനീറയാണ് കാണിക്കുന്നത്. റെനീറ കിടന്നുറങ്ങുന്ന ഉറക്കം കിട്ടാണ്ട് എണീച്ച് സേരിയ കാണാൻ വേണ്ടി പോവാണ്. ഉറക്കം കിട്ടാണ്ടാകുമ്പോൾ പോയി കാണാൻ പറ്റിയ ഒരാളാണ് ഈ സേരിയ. ആൻഡ് ഈ പോകുന്ന വഴിക്ക് റെനീറയുടെ റൂമിൽ ഡേമൺ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് സ്റ്റീറിന്റെ റൈഡർ ആണെന്ന് പറഞ്ഞ് കൊന്ന് കൊണ്ടുവന്ന ആളുടെ തലയുടെ അസ്ഥി കൂടെ ഇരിക്കുന്നുണ്ട്. ആൻഡ് റെനീറ അതെടുത്ത് അവിടെയുള്ള തീയിലേക്ക് എടുത്ത് എറിയുന്നുണ്ട്. നേരെ മിസാരിയോട് പോയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. റെയിനെയാണ് ഷീറ്റ്സ്ലെയർ റൈഡർ. സോ അതുകൊണ്ടാണ് ഡേമൺ ഇങ്ങനെ ചെയ്തത്. ആൻഡ് ഡേമൺ അതിന് കുറ്റം പറയാൻ പറ്റില്ലെന്ന് റെനീറ പറയുമ്പോൾ അങ്ങനെയല്ല, ഡേമൺ എന്തായാലും നുണ തന്നെയാണ് പറഞ്ഞത്. ആൻഡ് ഇപ്പോഴത്തെ കേസിൽ ഇങ്ങനെ ഒരു കൺസെഷൻ കൊടുത്താലും ഡേമൺ വീണ്ടും ഇത് ആവർത്തിക്കും. ആസ് യൂഷ്വൽ മിസേരിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണോ അത് തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കിട്ടിയ അവസരങ്ങളിലൊക്കെ ഡേമണെ കുറ്റം പറയുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് ജീവിക്കുന്ന ഒരു ക്യാരക്ടർ. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വെറുപ്പിയ ക്യാരക്ടറിനെ ഈ ഷോയിൽ വേറെ കണ്ടിട്ടില്ല. ഇനി നമ്മൾ റുക്രസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കാട്ടില് എയ്ഗോണും അതേപോലെ ടൈലൻ ലാനിസ്റ്ററും ഇരിക്കുന്നുണ്ട്. എയ്ഗോൺ എന്തായാലും ഇനി തിരിഞ്ഞോടാൻ തയ്യാറല്ല. വരുന്ന ആർമീനെ നേരിടാൻ തന്നെയാണ് എയ്ഗോണിന്റെ പ്ലാൻ. ആൻഡ് എയ്ഗോണിന്റെ മുന്നിൽ ഹൗസ് മൂൺലിയുടെ ആർമി എത്തുന്നുണ്ട്. എനിക്ക് ഹൗസ് മൂൺലിയുടെ ആർമി റെനീറയോട് ലോയൽറ്റി പ്ലെഡ്ജ് ചെയ്ത ഹൗസ് ആണ്. അവര് ഈ ലാൻഡ് മൊത്തം റെനീറ പിടിച്ചടക്കിയെന്ന് ഇവരോട് പറയുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല ഇവരോട് ആയുധം വെച്ച് കീഴടങ്ങാൻ പറയുന്നുണ്ട്. ആൻഡ് ഇതേ സമയത്ത് ഈ ആർമിയിലുള്ള ലീഡറിനെ ടൈലൻ ലാനിസ്റ്ററിനെ മനസ്സിലാവുന്നുണ്ട്. മുന്നത്തെ എപ്പിസോഡുകളായിട്ട് കോളിസ് വെലാരിയൻ ട്രയാർക്കിയിലെ ആളുകളെ പിടിക്കുന്ന സമയത്ത് അവര് കോളിസ് വെലാരിയനോട് പറഞ്ഞ ഇൻഫർമേഷൻ ആണ് ടൈലൻ ലാനിസ്റ്റർ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് സർവൈവ് ചെയ്തിട്ടുണ്ടെന്നും റൂക്രസ്റ്റിലേക്ക് പോയിട്ടുണ്ടെന്നും. സോ ഈ ഇൻഫർമേഷൻ റെനീറയുടെ ലോയൽ ആയിട്ടുള്ള ഹൗസുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ആർമിയിലെ കമാൻഡർ ടൈലൻ ലാനിസ്റ്ററിനോട് ഗോൾഡ് ഒക്കെ എവിടെയാ വെച്ചത് ചോദിക്കുന്നുണ്ട്. ആൻഡ് അതുകൂടാതെ
കൂടാതെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ കൊല്ലുമ്പോൾ 2 ചെവിയും ഫേസിൽ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ കൊല്ലാന്നും പറയുന്നുണ്ട്. ആൻഡ് ഈ സമയത്ത് എയ്ഗോൺ എന്തായാലും മരിക്കാൻ പോകും. സോ എയ്ഗോണിനോടുള്ള വാള് കൊടുത്തിട്ട് താൻ എയ്ഗോൺ ആണെന്നും വിസേരിയസിന്റെ ട്രൂ എയർ ആണെന്നും ഒരു നെടുനീളൻ ഡയലോഗ് ഉറക്കെ പറയുമ്പോഴാണ് ബാക്കിൽ നമുക്ക് വലിയൊരു ജീവി നടന്നു വരുന്നതിന്റെ സൗണ്ട് കേൾക്കാം. ഈ ജുറാസിക് പാർക്കിൽ ടീറക്സ് ഒക്കെ വരുന്ന അതേ ഒരു ഫീല് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ എപ്പിസോഡിൽ, ഈ സീനില്. ആൻഡ് നോക്കുമ്പോൾ സൺഫെയർ ആണ്. എന്റെ ചാനലിൽ ഷോർട്സ് ചെയ്തിരുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺഫെയർ മരിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം. ദാറ്റ്സ് ബിക്കം ട്രൂ ആക്ച്വലി. ഷോറനസ് പ്ലോട്ട് ഒന്നും വലിയൊരു ചേഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഇല്ല. ആൻഡ് ഈ സീനിന്റെ അകത്ത് സൺഫെയർ വന്ന് ഏഗോണിന്റെ ബാക്കിൽ നിൽക്കുമ്പോൾ ആ ഒരു ഫ്രെയിമിൽ ഏഗോണിനും സൺഫെയറിനെയും കാണിക്കുന്നു. രണ്ടുപേരും ആ ബാറ്റിൽ ഇഞ്ചറീസിന് ക്രിപ്പിൾഡ് ആയ ആളുകളാണ് നമുക്ക് മനസ്സിലാവും. രണ്ടുപേരുടെയും വൂൺസും ഇഞ്ചറീസും ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ട്. ആൻഡ് ഏഗോൺ ഒരു ട്രക്കാരിസ് പറഞ്ഞിട്ട് ആർമിയിലുള്ള ആളുകളെ മൊത്തം കൊല്ലുന്നുണ്ട്. ഇത് റെനീറയെ വല്ലാതെ ബാധിക്കും. കാരണം റെനീറ കിങ്സ് ലാൻഡിംഗ് പിടിച്ചെടുത്ത സമയത്ത് ഏഗോൺ മരിച്ചെന്നാണ് റെനീറ എല്ലാവരോടും പറഞ്ഞിട്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പം ഏഗോൺ താൻ സ്വയം ഏഗോൺ ആണെന്ന് പറയുന്നത് മാത്രമല്ല, സൺഫെയർ എന്ന് പറഞ്ഞ ഡ്രാഗണും കൂടെ വന്ന സ്ഥിതിക്ക് എന്തായാലും എല്ലാവരും വിശ്വസിക്കും ഏഗോൺ മരിച്ചിട്ടില്ലെന്ന്. സോ അത് റെനീറയുടെ ലെജിറ്റിമസിക്ക് ഒരു പ്രശ്നമായി മാറാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ആൻഡ് ഈ എപ്പിസോഡിൽ ലാസ്റ്റ് സീനിലേക്ക് വന്നാൽ ഓർമൺ ഹൈറ്റവറും ഉൾഫ് വൈറ്റും ഇരുന്ന് വെള്ളടിക്കുന്ന സീനാണ്, വൈൻ കുടിക്കുന്ന സീനാണ്. ആൻഡ് ഈ സീനിന്റെ അകത്ത് എന്നൊരു കാര്യം വ്യക്തമാണ്, ഈ ഓർമൺ ഹൈറ്റവറും ഉൾഫ് വൈറ്റും മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം അല്ല. ഇത് മുന്നത്തെ സമയം അവർ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഉൾഫ് വൈറ്റിന് ഓർമൺ ഹൈറ്റവർ ഹണി ഹോൾട്ട് എന്ന് പറഞ്ഞ ക്യാസ്റ്റിൽ കൊടുക്കാനും അവിടുത്തെ ലോഡാക്കി മാറ്റാനും വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഈ നേരത്ത് ഓർമൺ ഹൈറ്റവർ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ട ഡേമൻ ഉൾഫ് വൈറ്റിനെ ആളുകളുടെ ഇടയിലിട്ട് ചവിട്ടിക്കൂട്ടുന്ന ഇൻസിഡന്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഓർമ്മ അതൊക്കെ ചോദിച്ചിട്ട് ഉൾഫ് വൈറ്റിന്റെ തീരെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഹണി ഹോൾട്ട് വേണ്ട, ഡ്രിഫ്റ്റ് മാർക്ക് തന്നെ നന്നേക്കാന്നാണ് ഓർമ്മ പറയുന്നത് ഉൾഫ് വൈറ്റിനോട്. ലോർഡ് ഓഫ് ദ സീസ് ആക്കി മാറ്റാന്നൊക്കെ പറഞ്ഞ് സൂചിപ്പിക്കുന്നുണ്ട്. ഈ സീനോടെ ഒരു കാര്യം ഉറപ്പായി, ഉൾഫ് വൈറ്റ് മറുകണ്ഠം ചാടി ഗ്രീൻസിന്റെ സൈഡിലായിട്ടുണ്ട്. ആൻഡ് ഇനി യു ഹാമറിന്റെ കാര്യമാണ് അറിയേണ്ടത്. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് ബാറ്റിൽ ഓഫ് ടെമ്പിൾട്ടൺ കാണാം എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. ഈ എപ്പിസോഡിൽ അറ്റ്ലീസ്റ്റ് റിവർലാൻഡ് മെൻസ് ആർമി വന്ന് ടെമ്പിൾട്ടണിന്റെ പുറത്ത് അണിനിരക്കുന്നെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതുണ്ടായിട്ടില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായത്. ആൻഡ് അതിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക. സോ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.